ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണ്, അതായത് ഉരുളക്കിഴങ്ങ് പൊരിച്ചത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ചോറിനാണ് ഇത് ഏറ്റവും ബെറ്റർ. നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി നല്ലോണം ഒന്ന് വാടി വന്നാൽ അതിലേക്ക് ഒരു 5-6 ചെറിയുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ അതിലേക്ക് ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അത് നല്ല ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളകിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി മിക്സ് ആക്കുക. അപ്പം മുളകും മഞ്ഞളെല്ലാം ഈ ഉരുളക്കിഴങ്ങിലേക്ക് വരുന്നവരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചില്ലി ഫ്ലക്സ് ആണ്. ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് വേണം ഇത് വെന്ത് വരാൻ. അപ്പം ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്നും കൂടി ഇതേപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇപ്പം പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചോറിനെല്ലാം നല്ലൊരു ടേസ്റ്റാണ്. മീനൊന്നും ഇല്ലെങ്കിലും ഇതും കൂട്ടി നമുക്ക് ചോറ് കഴിക്കാൻ പറ്റും. അതേപോലെ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.